വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർഷിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാനെന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരീ ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയായൊരു ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ. സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാരണ ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം. ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകെന്നേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. സീതായ പദയേ നമഃ. ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഭാഗം 183. വസിഷ്ഠ മഹർഷി സീതാദേവിയെ വനവാസത്തിനായി കൊണ്ടുപോകുന്നതിൽ നിന്നും തൻ്റെ അതൃപ്തി അറിയിക്കുന്നു. വസിഷ്ഠ മഹർഷി സീതാദേവിയെ വനവാസത്തിനായി കൊണ്ടുപോകാതിരിക്കാനും മരവുരി ഉടുപ്പിക്കാതിരിക്കാനുമുള്ള ശ്രമമാണ് ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട തത്വവും കൂടി ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ സമത്വം അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റി. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ഇത് സർഗം 37, അതിൽ രണ്ടാമത്തെ ഭാഗം 21 മുതൽ 37 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം ശ്ലോകങ്ങളും അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാനവും കേൾക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ചീരീഗൃഹീതേ തു തയാ സമീക്ഷ്യ നൃപതേർഗുരുഃ നിവാര്യ സീതാം കൈകേയീം വസിഷ്ഠോ വാക്യമബ്രവീത്. അതിപ്രവൃത്തെ ദുർമേധേ കൈകേയീ കുലപാംസനീ വഞ്ചയിത്വാ തു രാജാനം ന പ്രമാണേവ തിഷ്ഠസേ. ന ഗന്ധവ്യം വനം ദേവ്യാ സീതയാ ശീലവർജിതേ അധിഷ്ഠാസ്യതി രാമസ്യ സീതാ പ്രകൃതമാസനം. ആത്മാ ഹി ദാരാ സർവേഷാം ദാരസംഗ്രഹവർത്തിനാം ആജ്ഞേയമിതി രാമസ്യ പാലയിഷ്യതി മേദിനി. അധ യാസ്യതി വൈദേഹി വനം രാമേണ സംഗദാ വയമത്രാനുയാസ്യാമഃ പുരം ഛേദം ഗമിഷ്യത്തെ. അന്ധപാലാശ്ച യാസ്യന്തി സദാരോ യത്ര രാഘവഃ സഹോപജീവ്യം രാഷ്ട്രം ച പുരം ച സപരിച്ഛദം. ഭരതശ്ച സശത്രുഘ്ന ചിരവാസവനേചരഃ
വനേ വസന്തം കാകുസ്തം അനുയാസ്യതി പൂർവജം തദശൂന്യാം ഗതജനാം വസുധാം പാദപൈ സഹ ത്വമേകാശാദി ദുർവൃത്ത പ്രജാനാമഹിതേ സ്ഥിത നഹി തദ്ഭവിതാ രാഷ്ട്രം യത്ര രാമോ ന ഭൂപതിഃ തദ്വനം ഭവിതാ രാഷ്ട്രം യത്ര രാമോ നിവത്സ്യത്തെ ന ഹ്യദത്താം മഹീം പിത്രാ ഭരതഃശാസ്തുമർഹതി ത്വയി വാ പുത്രവദ്ധ്വംസ്തും യദി ജാതോ മഹീപതേ യദ്യപി ത്വം ക്ഷിതിതലാത് ഗഗനം ചോത്പതിഷ്യസി പിതൃവംശചരിത്രജ്ഞ ശൂന്യഥാ ന കരിഷ്യത്തെ തത്വയാ പുത്രഗർഭിണ്യ പുത്രസ്യ കൃതമപ്രിയം ലോകേ ഹി ന സ വിദ്യേത യോ ന രാമമനുവ്രതഃ ദ്രക്ഷസ്യദ്യൈവ കൈകേയീ പശുവ്യാളമൃഗദ്വിജാൻ ഗച്ഛതഃ സഹ രാമേണ പാദപാംസതദുന്മുഖാൻ അധോത്തമാന്യാഭരണാനി ദേവി ദേഹി സ്നുഷായൈ വ്യപനീയ ചീരം ന ചീരമസ്യാ പ്രവിധീയതേതി ന്യവാരയത്വദോസനം വസിഷ്ഠഃ ഏകസ്യ രാമസ്യ വനേ നിവാസഃ ത്വയാ വൃതക്കേകയ രാജപുത്രീ വിഭൂഷിതേയം പ്രതി കർമ്മ നിത്യാ വസത്വരണ്യേ സഹ രാഘവേണ യാനൈശ്ച മുഖ്യൈ പരിചാരകൈശ്ച സുസംവൃദാ ഗച്ഛതു രാജപുത്രീ വസ്ത്രൈശ്ച സർവൈ സഹിതൈ വിധാനൈ നേയം വൃഥാ തേ വരസംപ്രദാനേ തസ്മിൻസ്തദാ ജൽപതി വിപ്രമുഖ്യേ ഗുരൗ നൃപസ്യാ പ്രതിമപ്രഭാവേ നൈവ സ്മ സീതാ വിനിവൃത്തഭാവാ പ്രിയസ്യ ഭർത്തു പ്രതികാരകാമ. ശ്ലോകങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് ആ ശ്ലോകങ്ങളുടെ ഓരോ ശ്ലോകങ്ങളായിട്ട് വ്യാഖ്യാനം കേൾക്കാം. തയാചീരേ ഗൃഹീതേ, സീതാദേവിയാൽ മരൂരി ധരിക്കപ്പെട്ട ശേഷം, ഉടുത്ത ശേഷം, നൃപദേഹേ ഗുരുഹു വസിഷ്ഠഃ, ദശരഥ മഹാരാജാവിൻ്റെ ഗുരുവായ, ഇവൻ കുലഗുരുവായ വസിഷ്ഠ മഹർഷി സീതാം തൂ നിവാര്യ, സീതയെ ഇക്കാര്യത്തിൽ തടഞ്ഞുകൊണ്ട് കൈകേയീം സമീക്ഷ്യ, കൈകേയി ദേവിയെ നോക്കിക്കൊണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വസിഷ്ഠ മഹർഷി ഇനി സംസാരിക്കാൻ പോകുന്ന മുഴുവനും ആ കൈകേയി ദേവിയെ നോക്കിക്കൊണ്ടാണ്. വാക്യം അബ്രവീത് ദുർമേധേ അതിപ്രവൃത്തെ കുലവാംസനി കൈകേയി. ആ കൈകേയിയുടെ വിശേഷണങ്ങളാണ് വാൽമീകി മഹർഷി ഇവിടെ പറയുന്നത്. ദുർമേധേ, ദുർബുദ്ധി, അതിപ്രവൃത്തെ, തൻ്റെ ജൂറിസ്ട്രിക്ഷൻ വിട്ട്, ഔട്ട്സൈഡ് ദ ജൂറിസ്ട്രിക്ഷൻ, തൻ്റെ അധികാരപരിധി വിട്ട് പ്രവർത്തിക്കുന്നവളെ, കുലവാംസനി, കുലത്തിന് മുഴുവനും നാശമുണ്ടാക്കുന്നവളെ, നാണക്കേടുണ്ടാക്കുന്നവളെ കൈകേയി. ഇതിനേക്കാളും നന്നായി തുഞ്ചത്ത് രാമാനുജനെ എടുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ. അതായിരിക്കും ഇച്ചിരി ബെറ്റർ. ഒരു സ്ത്രീയെ
ദുരാഗ്രഹിയായ ദുഷ്ടയായ ഒരു സ്ത്രീയെ ഇതിലും ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കാനാവില്ല. രാജാനാം വഞ്ചയിത്വാതു ഏ കഠോരശീലേ, രാജാവിനെ വഞ്ചിച്ചിട്ട് അല്ലെങ്കിൽ തിരസ്കരിച്ചിട്ട് ക്രമാണേ അപതിഷ്ഠസേന, നിന്റെ അധികാരപരിധിയിൽ ഭവതി വർത്തിക്കാതിരിക്കുകയാണ്. യു ഹാവ് എക്സീഡഡ് യുവർ ജൂറിസ്ഡിക്ഷൻ. ശീലവർജിതേ, സാധാരണ ഒരു സൽഗുണസമ്പന്നയായ സ്ത്രീകൾക്ക് വേണ്ട യോഗ്യതകളെല്ലാം തിരസ്കരിച്ചവളെ, വർജിച്ചവളെ. സീതയാ ദേവ്യാ വനം ഗന്ധവ്യം ന, സീതാദേവിയാൽ വനത്തിലേക്ക് പോകേണ്ടതില്ല. അതാണ് വസിഷ്ഠ മഹർഷിയുടെ അഭിപ്രായം. അതുകൊണ്ട് രാമസ്യ പ്രകൃതം ആസനം, രാമന് അർഹതപ്പെട്ട, രാമനിരിക്കേണ്ട ആസനം. ഏത് ആസനം എന്ന് പറഞ്ഞാൽ ഏതാ? ഇരിപ്പിടം, ആ സിംഹാസനം. ആ സീത അധിഷ്ഠാസ്യതി, സീതാദേവി അവിടെ ഇരുന്ന് ആരോഹണം ചെയ്ത് ഈ രാജ്യം ഭരിക്കട്ടെ. അതാണ് സമത്വം എന്ന് പറയുന്നത്. പുരുഷനും സ്ത്രീക്കും ഒരേ വില കൽപ്പിക്കുകയാണ് നമ്മുടെ പുരാണത്തിൽ. ദാരസംഗ്രഹവർത്തിനാം സർവേഷാം, ഭാര്യമാരോടൊപ്പം ഗൃഹത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും, അതായത് ഗൃഹാശ്രമികൾക്ക്, അവർക്ക് ദാരാഹ ഹി ആത്മായിരി, ഭാര്യമാർ തന്നെയാണ് ആത്മാവ്. അതുകൊണ്ട് എന്നുള്ളത് കൊണ്ട് രാമന്റെ ആത്മാവായ ഇവൾ, ആര്? സീതാദേവി. രാമസ്യ ആത്മായം മേദിനീം ബാലയിഷ്യസി. അതുകൊണ്ട് രാമന്റെ ആത്മാവായ സീതാദേവി ഈ അയോധ്യ രാജ്യം ഭരിക്കട്ടെ, ഈ കോസല രാജ്യം ഭരിക്കട്ടെ. ജെൻഡർ ഇക്വാളിറ്റി. അത് തന്നെയാണ് പറയുന്നത്. അർത്ഥോവാ യേഷ ആത്മനോ യത് പത്നി, അർത്ഥനാരീശ്വര സങ്കല്പം. ഭർത്താവിന് അർഹതപ്പെട്ട രാജ്യം ഭാര്യ ഭരിക്കട്ടെ. അതാണ് വസിഷ്ഠ മഹർഷി പറഞ്ഞത്. രാമേണ സംഗത, രാമനോട് ഒരുമിച്ച്, രാമനോട് കൂടി വൈദേഹി വനം യാസതി യഥ, സീതാദേവി വനത്തിലേക്ക് പോകുന്നു എങ്കിൽ വയം അത്ര അനുയാസ്യാമഹ, വയം ഞങ്ങളും അത്ര അവിടേക്ക്, അനുയാസ്യാമഹ ഞങ്ങളും പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങളും കൂടെ പോകും, പിന്തുടരും. ഇതം പുരം ച ഗമിഷ്യതി, ഈ പുരം, ഈ നഗരവാസികൾ, ഈ ആൾക്കാരെല്ലാവരും അവരും രാമന്റെ കൂട്ടത്തിൽ പോകും. രാഘവഃ സദാരഹ യത്ര, രാഘവൻ തൻ്റെ ഭാര്യയോടൊപ്പം എവിടേക്കാണോ പോകുന്നത്, അന്തപ്പാലാജ സഹ ഉപജീവ്യം, അന്തപ്പാലാഹ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, രാജ്യത്തിന് ചുറ്റും നിൽക്കുന്ന ഇവരെല്ലാവരും സഹ ഉപജീവ്യം, അവരുടെ സകല സ്വത്തുക്കളോടും കൂടി, അവർ ഇന്നേവരെ സമ്പാദിച്ചിട്ടുള്ള സകല സാധനങ്ങളുമായി രാഷ്ട്രഞ്ച പുരഞ്ച സപരിച്ഛേദം, രാഷ്ട്രത്തിലെ ആൾക്കാരും ഇപ്പോഴത്തെ നഗരവാസികളും അവരെല്ലാവരും തങ്ങൾ ഇന്നേവരെ സമ്പാദിച്ചിട്ടുള്ള എല്ലാം കൊണ്ട് യാസ്യന്തി, രാമൻ്റെ പുറകെ പോകും. സകല സാധനങ്ങളുമായിട്ട് രാമൻ്റെ കൂടെ ജനങ്ങളും സ്വത്തുക്കളും പോകും എന്ന് വസിഷ്ഠ മഹർഷി കൈകേയി ദേവിയെ വാൺ ചെയ്യുകയാണ്. കൂടാതെ ഭരതഃ സശത്രുഘ്നഃ, അമ്മാവൻ്റെ അടുത്ത് പോയിരിക്കുന്ന ആ ഭരതനുണ്ടല്ലോ, അദ്ദേഹം ശത്രുഘ്നോടൊപ്പം ചിരവാസാവനേചര, വനേ, ചിരവാസ മരൂരിയൊക്കെ കൊടുത്തുകൊണ്ട് വനേചര, വനത്തിൽ സഞ്ചരിക്കുന്നവരായി
വനേ വനത്തിൽ വസന്തം പൂർവജം കാകുസ്തം അനുയാസ്യതി. ജ്യേഷ്ഠനായ കാകുസ്തൻ, അതായത് ശ്രീരാമൻ താമസിക്കുന്ന ആ വനത്തിലേക്ക് അവരും പോകും. തതഹ, അതിനാൽ പ്രജാനാം അഹിതേസിത, പ്രജകളുടെ ജനങ്ങളുടെ എല്ലാം അഹിതത്തിനായി സ്ഥിതി ചെയ്യുന്ന നീയെ ദുർവൃത്താത്വം, ദുർവൃത്തിയായ നീ, ദുർനടപടികൾ ഉള്ളവളായ നീ, ഏക ഗതജനാം ശൂന്യാം വസുതാം, ഒറ്റയ്ക്ക് എല്ലാവരും പോയി, ശത്രുഘ്നും പോയി, ഭരതൻ പോയി, നാട്ടുകാർ പോയി, രാമൻ പോയി, സീത പോയി, സകലരും പോയി കഴിഞ്ഞു, വസ്തുക്കളും സ്വത്തുക്കളും എല്ലാം പോയി കഴിഞ്ഞു. അങ്ങനെ ആയി കഴിയുമ്പോൾ ഏക ഒറ്റയ്ക്ക് ഗതജനാം, ജനങ്ങളെല്ലാം പോയി, ശൂന്യമായ വസുതാം, ആ കോസല രാജ്യത്തെ പാദപൈ സഹ ശാതി, പാദപൈഹി, മരങ്ങളുമായി അല്ലെങ്കിൽ മരങ്ങളോടുകൂടി നീ ഭരിച്ചാലും. ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇവിടെ മരങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. നാട് കാടാകുകയും കാട് നാടാകുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരും. രാമഃ ഭൂപതിഹി യത്രന, രാമൻ ഭൂപതിയാകാതെ എവിടെയാണോ ഉള്ളത്, തത് രാഷ്ട്രം ഭവിതാന, അവിടെ രാജ്യം എന്നുള്ളത് സകല അർത്ഥത്തോടു കൂടിയും ഉണ്ടാവുകയില്ല. രാമഃ യത്ര നിവസ്യതി, രാമൻ എവിടെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ രാമൻ ഏത് രാജ്യത്തെയാണോ ഭരിക്കുന്നത്, തത് വനം രാഷ്ട്രം ഹി ഭവിത, ആ വനം രാഷ്ട്രമായി ഭവിക്കും. അപ്പൊ രാമൻ ഇവിടെ ഇല്ലാത്തിടത്തോളം കാലം ഈ അയോധ്യ കാടായും രാമൻ വനത്തിലായിരിക്കുമ്പോൾ ആ വനം രാഷ്ട്രമായും ഭവിക്കും. ഭരതനാകട്ടെ മഹീപതേ ജാതകായതി, മഹാരാജാവിന് ജനിച്ചവനായതിനാൽ, രാമനെ കൂട്ട് തന്നെ ഭരതനും ആയതിനാൽ, പിത്ര ആദത്ത മഹീം, പിതാവിനാൽ നൽകപ്പെട്ട ഈ രാജ്യം ഈ പുത്രവത് ശാസ്തും, ഭവതിയുടെ പക്കല് പുത്രനെ പോലെ ഭരിക്കുവാൻ സമ്മതിക്കില്ല. വസ്തും വാർക്കതീര, അതായത് മകന്റെ പേരിലാണ് രാജ്യം എന്ന പേരിൽ ഭവതിക്ക് ഈ രാജ്യം ഭരിക്കാനാവില്ല. അത് മിസ്യൂസ് ചെയ്യുവാൻ സാധ്യമല്ല. ത്വം ക്ഷിതീതലാത്, ഒന്നുകൂടി വിശദീകരിക്കാണ് വസിഷ്ഠ മഹർഷി. ഭവതി ഈ ക്ഷിതീതലത്തിലായി, ഈ ഭൂമിയുടെ മുകളിൽ നിന്നും ഗഗനം ച ഉത്പതിഷ്യസീയതി, ഗഗനത്തിലേക്ക് ആകാശത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും പിതൃവംശ ചരിത്രജ്ഞ സഹ അഭി, ഈ ഇക്ഷ്വാകുവംശത്തെ പറ്റി നല്ല ധാരണയുള്ള ആ ഭരതൻ പോലും അന്യതാ കരിഷ്യതി ന, മറ്റൊരു രീതിയിൽ, അതായത് ഭവതിയുടെ താല്പര്യമനുസരിച്ചൊന്നും ഈ അയോധ്യ ഭരിക്കാൻ പോകുന്നില്ല. അതിനുള്ള ആഗ്രഹം അങ്ങ് മാറ്റിവെച്ചേരെ എന്ന് തന്നെയാണ് വസിഷ്ഠ മഹർഷി കൈകേയി ദേവിയോട് പറയുന്നത്. തത്, അതിനാൽ പുത്ര ഗർഭിണ്യാത്വയ, പുത്രവത്സലയായ ഭവതി, പുത്രസ്യാപ്രിയം കൃതം, പുത്രന് അപ്രിയമാണ് ചെയ്തിരിക്കുന്നത്, പുത്രനെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഈ എന്നാൽ ലോകേ രാമം അനുവ്രത ന, ലോകത്തില് രാമനെ പിന്തുടരാത്തവർ, അനുവ്രത ന, പിന്തുടരാത്തവർ, യഹ സ വിദ്യേതന, അങ്ങനെ ഒരുവനും ഉണ്ടായിരിക്കില്ല. രാമൻ എവിടെ പോയാലും ജനങ്ങളും
അദ്ദേഹത്തിൻ്റെ പുറകെ ഉണ്ടാവും. കൈകേയി രാമേണ സഹ, രാമനോട് കൂടെ പശു വ്യാള മൃഗ ദ്വിജാൻ ഗച്ഛതഃ, ഇവരെല്ലാവരും, ദ്വിജാൻ എന്ന് പറയുമ്പോൾ പക്ഷികൾ, ഇവരെല്ലാവരും രാമൻ്റെ കൂട്ടത്തിൽ പോകും. പാദപാഞ്ച തത് ഉന്മുഖാൻ, മൃഷങ്ങളോ രാമൻ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടേക്ക് ചെരിഞ്ഞിങ്ങനെ നിൽക്കും, രാമനോട് ഫേവറബിളായിട്ട്. അവയെല്ലാം അദ്യയേവ ദൃശ്യസി, അവധി ഇപ്പോൾ തന്നെ അതെല്ലാം കാണാൻ പോവുകയാണ്. ദേവി അസ്യാഹചീരം പ്രവിധീയതേന, അസ്യാഹ ഇവക്ക്, ആർക്ക്, സീതാദേവിക്ക് മരവുരി വിധിച്ചിട്ടില്ല. അത് ചീരം വ്യപനീയ, അതുകൊണ്ട് ആ ചീരം മരവുരിയെ ഉപേക്ഷിക്കണം. സ്നുഷായൈഹി ഉത്തമാനി ആഭരണാനി ദേഹി ഇതി, മരുമകളായ സീതാദേവിക്ക് ഉത്തമങ്ങളായ ആഭരണങ്ങൾ നൽകൂ എന്ന് വസിഷ്ഠ മഹർഷി തത് വസനം നിവാരയത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മരവരി ഉടുക്കുന്നതിൽ നിന്ന് സീതാദേവിയെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. കേകയ രാജപുത്രി, കേകയ രാജാവിൻ്റെ പുത്രി അങ്ങനെയായിട്ടുള്ള കൈകേയി ദേവി രാമസ്യ ഏകസ്യ, രാമനൊരുവൻ വനേ നിവാസകത്വയാ വൃതഃ, വനത്തിൽ താമസിക്കണമെന്ന്, വനത്തിൽ നിവസിക്കണമെന്ന് ഭവതിയാൽ ആവശ്യപ്പെട്ടു. രാഘവേണ സഖ അരണ്യേ, രാഘവൻ്റെ കൂട്ടത്തിൽ കാട്ടിലേക്ക് പ്രതികർമാനിത്യമിയം, അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കായി ഇവൾ വിഭൂഷിത വസതു, സർവവിധ അലങ്കാരത്തോടു കൂടി തന്നെ അവൾ താമസിക്കട്ടെ. എന്തിനാ ഈ മരവുരിയൊക്കെ ഉടുപ്പിച്ച് അവളെ വിടുന്നത്? മുഖ്യഹിയാനയിച്ച, മുഖ്യങ്ങളായ വാഹനങ്ങളാലും പരിചാരകയിച്ച സഹിതൈ, പരിചാരികന്മാരാലും അവരാലും സുസംപ്രദ രാജപുത്രി, അവരെല്ലാവരുമായും ചുറ്റപ്പെട്ട് ആ രാജപുത്രി സീതാദേവി സർവൈഹി വിധാനൈഹി വസ്ത്രൈഹി ച, എല്ലാ വിധാനങ്ങളോടുകൂടി, സകലവിധ വസ്ത്രങ്ങളോടുകൂടി, സകലവിധ ആഭരണങ്ങളോടുകൂടി ഗച്ഛതു, സുന്ദരകുട്ടിയായിട്ട് തന്നെ സീതാദേവി രാമൻ്റെ കൂട്ടത്തിൽ പോകട്ടെ. അതാണ് അട്ടകൈക്ക് വസിഷ്ഠ മഹർഷി പറഞ്ഞു. ആദ്യം പറഞ്ഞു ഒരു കാരണവശാലും സീതാദേവി വനത്തിൽ താമസിക്കുവാൻ യോഗ്യതയുള്ളവളല്ല, അങ്ങനെ അർഹതപ്പെട്ടവളല്ല എങ്കിലും ഇനി അവൾ പോയേ പറ്റൂ എന്ന് നിർബന്ധമാണെങ്കിൽ സർവാലങ്കാരഭൂഷിതയായി രാജകുമാരിയെ കൂട്ട് തന്നെ വനത്തിലേക്ക് പോകട്ടെ എന്നായി വസിഷ്ഠ മഹർഷി. തസ്മിൻ അപ്രതിമ പ്രഭാവേ വിപ്രമുഖ്യേ, ആ അപ്രതിമ പ്രഭാവത്തോടു കൂടിയ, അതുല്യ പ്രഭാവത്തോടു കൂടിയ വിപ്രമുഖ്യൻ, ആരെ, വസിഷ്ഠ മഹർഷി, നൃപസ്യ ഗുരൗ, നമ്മുടെ രാജാവിൻ്റെ ഗുരുവായ അദ്ദേഹം, തഥാ ജൽപതി, അപ്രകാരം പറഞ്ഞ ശേഷം, പ്രിയസ്യ, പ്രേമപാത്രമായ ഭർത്തുഹു പ്രതികാര കാമാസീത, ഭർത്താവിൻ്റെ താല്പര്യത്തിൽ അതിൽ മാത്രം തീരുമാനം കൈക്കൊണ്ടവളായ സീതാദേവി, വിനിവൃത്തഭാവ ഏവ ന സ്മ, മരവുരി ഉടുക്കുന്നതിൽ നിന്നും പിന്തിരിയുവാൻ, ഇതാ വസിഷ്ഠ മഹർഷി ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാനിത് ഉടുക്കുന്നില്ല എന്നൊന്നും ഭവിച്ചില്ല, അങ്ങനെയൊന്നും അവർ പ്രകടിപ്പിച്ചില്ല, അങ്ങനെ ഒരു സ്വഭാവമേ അവർ കാണിച്ചില്ല. 183 ഭാഗം ഇവിടെ സമാപിക്കുന്നു. പൽക്കലധാരിയായി സീതാദേവി വനത്തിലേക്ക് പോകുന്നതിൽ ദശരഥൻ്റെ ഉടക്കാണ് ഇനി, അല്ലെങ്കിൽ നീരസമാണ് ഇനി 184 ഭാഗത്ത്. വാൽമീകി രാമായണത്തിലെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.